Topic graphing and maximum minimum problems. ഓക്കെ, നമുക്കറിയാം ഒരു ഗ്രാഫ് എങ്ങനെ വരയ്ക്കാം. കുറേ പോയിന്റ്സ് തന്നാൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള 5 പോയിന്റ്സ് നമുക്ക് ഗ്രാഫ് വരയ്ക്കാൻ പറ്റും. പക്ഷെ നമ്മൾ ഈ ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്താണ് ഡിഫറൻഷിയേഷൻ്റെ അപ്ലിക്കേഷൻസ്. അതായത് യൂസിങ് ഡെറിവേറ്റീവ് യൂസ് ചെയ്ത് നമ്മൾ എന്താണ് ഒരു ഗ്രാഫിൻ്റെ ബിഹേവിയർ നമ്മൾ പ്രഡിക്റ്റ് ചെയ്യണം. അതായത് നമുക്കറിയാം ഗ്രാഫ് പല രൂപത്തിലുള്ള ഗ്രാഫ്സ് നമുക്കറിയാം അല്ലേ. ചിലയിടത്ത് എന്താണ് ഇൻക്രീസിങ് ഗ്രാഫ് ഉണ്ടായിരിക്കാം, ഡിക്രീസിങ് ഗ്രാഫ് ഉണ്ടായിരിക്കാം, ചിലപ്പോൾ നെഗറ്റീവ് നിന്ന് പോസിറ്റീവിലേക്ക് പോകുന്ന ഗ്രാഫ്സ് ഉണ്ടായിരിക്കാം, അതുപോലെ തന്നെ സീറോയിലായിട്ട് പോകുന്ന ഗ്രാഫ്സ് ഉണ്ടായിരിക്കും, കോൺസ്റ്റന്റ് ആയിട്ട് പോകുന്ന ഗ്രാഫ്സ് ഉണ്ടായിരിക്കാം, ഇൻക്രീസിങ് ഗ്രാഫ് ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ കേർവ് ആയിട്ട് രൂപത്തിൽ, അതായത് കോൺകേവിറ്റി ചേഞ്ച് ചെയ്യുന്നത്, അതായത് കോൺകേവ് നെഗറ്റീവ് പോസിറ്റീവ് എന്തായിട്ട് മാറുക, കോൺകേവ് അപ്പ് ഉള്ളത് കോൺകേവ് ഡൗൺ ആയിട്ട് മാറുക, ബെൻഡിങ് ആയിട്ടുള്ള ഗ്രാഫ്സുകളൊക്കെ നമുക്ക് അറിയാവുന്നതാണ്. അതുപോലെ തന്നെ ചില ഗ്രാഫിൽ പീക്ക് ലെവൽ ഉണ്ടായിരിക്കും, ചിലടത്ത് അതായത് ഏറ്റവും ലോ ലെവലിലുള്ള ഗ്രാഫൊക്കെ, അതായത് മാക്സിമം വാല്യൂ അറ്റൈൻ ചെയ്യുന്ന പോയിന്റ്സ് ഉണ്ടായിരിക്കും, മിനിമം വാല്യൂ അറ്റൈൻ ചെയ്യുന്ന പോയിന്റ്സ് ഉണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നത് ഡിഫറൻഷ്യൽ യൂസ് ചെയ്തിട്ട് ഇതൊക്കെ എങ്ങനെ കണ്ടുപിടിക്കുക. അത് ഫസ്റ്റ് ഡെറിവേറ്റീവ്, സെക്കൻഡ് ഡെറിവേറ്റീവ് ഒക്കെ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാണ് ഗ്രാഫ്സിൻ്റെ ഇങ്ങനത്തെയുള്ള ബിഹേവിയേഴ്സ് നമ്മൾ എന്ത് ചെയ്യാണ് ഇവിടെ ഫൈൻഡ് ഔട്ട് ചെയ്യാണ്. അത് വെച്ചിട്ട് നമുക്ക് ഗ്രാഫ് നമുക്ക് എന്ത് പറ്റും ഡിസൈൻ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ശ്രദ്ധിക്കണം, ഇവിടെ നമ്മൾ ഡെറിവേഷൻ്റെ ഫംഗ്ഷൻ, അതായത് ഫംഗ്ഷനിൽ നമ്മൾ എങ്ങനെ അതിൽ അപ്ലിക്കേഷൻ ഡെറിവേഷൻ നമ്മൾ എങ്ങനെ ഗ്രാഫ് വരയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുമെന്നാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ നോക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് അതിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്ക് കണ്ടിന്യൂറ്റിൻ്റെ ഡെഫിനിഷൻ ആദ്യം നോക്കണം. ദാറ്റ് ഈസ് ഡെഫിനിഷൻ: എ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഈസ് സെറ്റ് ടു ബി കണ്ടിന്യൂസ് അറ്റ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് നോട്ട് ഇഫ് ലിമിറ്റ് എക്സ്റ്റെൻഡ് ഇൻ ടു എക്സ് നോട്ട് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് നോട്ട് ആയിരിക്കും. നമുക്കറിയാവുന്ന ഡെഫിനിഷനാണ്. എക്സ് ഈക്വൽ ടു എക്സ് നോട്ട് ആവുന്ന പോയിന്റ് ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് കണ്ടിന്യൂസ് ആണ് എങ്കിൽ നമുക്ക് എന്ത് തരണം, അതിൻ്റെ ഡെഫിനിഷൻ തന്നെ എന്താണ്, ലിമിറ്റ് എക്സ്റ്റെൻഡ് ഇൻ ടു എക്സ് നോട്ട് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് നോട്ട് ആയിരിക്കണം. ദെൻ എ ഫംഗ്ഷൻ ഈസ് സെറ്റ് ടു ബി കണ്ടിന്യൂസ് ഓൺ എ ഗിവൺ ഇന്റർവൽ ഇഫ് ഇറ്റ് ഈസ് കണ്ടിന്യൂസ് അറ്റ് എവരി പോയിന്റ് ഓൺ ദാറ്റ് ഇന്റർവൽ. ഒരു പോയിന്റിലെ ഫംഗ്ഷൻ കണ്ടിന്യൂസ് പറയണമെങ്കിൽ എന്താണ് കണ്ടീഷൻ, ആ ഇന്റർവെല്ലുള്ള എല്ലാ പോയിന്റ്സിലും എന്തായിരിക്കണം, ആ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആയിരിക്കണം. Then if a function f is continuous on the whole real line, then we just say that f is continuous. ഇപ്പോൾ ആ ഫംഗ്ഷൻ എന്താണ്, റിയൽ നമ്പർ എല്ലാ പോയിന്റ്സിലും ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണ് എങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും, ആ ഫംഗ്ഷൻ എഫ് കണ്ടിന്യൂസ് ആയിരിക്കുന്നു. ഓക്കെ, നെക്സ്റ്റ് കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. കൺസിഡർ ദി പോളിനോമിയൽ ഫംഗ്ഷൻ പി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എ നോട്ട് എക്സ് റേസ് ടു എൻ പ്ലസ് എ വൺ എക്സ് റേസ് ടു എൻ മൈനസ് വൺ പ്ലസ് എക്സെട്ര പ്ലസ് എ എൻ മൈനസ് വൺ എക്സ് പ്ലസ് എ എൻ, where n is a non-negative integer and a naught, a1, etc. an are real numbers. നമുക്കറിയാം പോളിനോമിയൽ ഫംഗ്ഷൻ ജനറൽ റെപ്രസെൻറ്റേഷൻ ആണിത്. ഈ പോളിനോമിയൽ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണ് നമ്മൾ കഴിഞ്ഞ ചാപ്റ്റേഴ്സ് നമ്മൾ പഠിച്ചതാണ്. സോ അത് നമ്മളിവിടെ റീകോൾ ചെയ്യാം. ഓക്കെ, ഫോർ എനി റിയൽ നമ്പർ എക്സ് നോട്ട് ലിമിറ്റ് എക്സ്റ്റെൻഡ് ഇൻ ടു എക്സ് നോട്ട് പി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു പി ഓഫ് എക്സ് നോട്ട് ആണ് നമുക്ക് കാണിക്കേണ്ടത്. സോ ലിമിറ്റ് എക്സ്റ്റെൻഡ് ഇൻ ടു എക്സ് നോട്ട് പി ഓഫ് എക്സ് നമുക്ക് തന്നിട്ടുള്ള പോളിനോമിയൽ ഫംഗ്ഷൻ ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും നമ്മൾ ലിമിറ്റ് എടുക്കുക. റൈറ്റ് സൈഡ് നോക്കാം, എന്താണ് നമ്മൾ എക്സ്റ്റെൻഡഡ് സം റൂളും അതുപോലെ തന്നെ പവർ റൂളും കോൺസ്റ്റന്റ് മൾട്ടിപ്ലിക്കർ റൂളൊക്കെ നമ്മൾ എന്താണ് യൂസ് ചെയ്യേണ്ടി വരും. സോ ലിമിറ്റ് എക്സ്റ്റെൻഡ് ഇൻ ടു എക്സ് നോട്ട് പി ഓഫ് എക്സ് ഈക്വൽ എന്തായിട്ട് മാറി, ലിമിറ്റ് എക്സ്റ്റെൻഡ് ഇൻ ടു എക്സ് നോട്ട് എ നോട്ട് എക്സ് റേസ് ടു എൻ പ്ലസ് എ വൺ എക്സ് റേസ് ടു എൻ മൈനസ് വൺ പ്ലസ് എക്സെട്ര പ്ലസ് എ എൻ മൈനസ് വൺ എക്സ് പ്ലസ് എ എൻ ആയിട്ട് മാറും. ദെൻ ദാറ്റ്സ് ഈക്വൽ നമുക്ക് എന്തായിട്ടും എ നോട്ട് ലിമിറ്റ് എക്സ്റ്റെൻഡ് ഇൻ ടു എക്സ് നോട്ട് എക്സ് റേസ് ടു എൻ പ്ലസ് എ വൺ ലിമിറ്റ് എക്സ്റ്റെൻഡ് ഇൻ ടു എക്സ് നോട്ട് എക്സ് റേസ് ടു എൻ മൈനസ് വൺ പ്ലസ് എക്സെട്ര പ്ലസ് എ എൻ മൈനസ് വൺ ലിമിറ്റ് എക്സ്റ്റെൻഡ് ഇൻ ടു എക്സ് നോട്ട് എക്സ് പ്ലസ് എ എൻ ലിമിറ്റ് എക്സ്റ്റെൻഡ് ഇൻ ടു എക്സ് നോട്ട് വൺ. നമുക്ക് എന്തൊക്കെയാണ് യൂസ് ചെയ്തിട്ടാണ് കിട്ടിയിട്ടുള്ളത്, എക്സ്റ്റെൻഡഡ് സം റൂളും പവർ റൂളും പവർ റൂളും കോൺസ്റ്റന്റ് മൾട്ടിപ്പിൾ റൂളൊക്കെ. ദെൻ അത് യൂസ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എ നോട്ട് എക്സ് നോട്ട് റേസ് ടു എൻ പ്ലസ് എ വൺ എക്സ് നോട്ട് റേസ് ടു എൻ മൈനസ് വൺ പ്ലസ് എക്സെട്ര പ്ലസ് എ എൻ മൈനസ് വൺ എക്സ് നോട്ട് പ്ലസ് എ എൻ. ഇവിടെ നോക്കാം, അത് നമ്മൾ പി ഓഫ് എക്സ് ആയിട്ട് കമ്പയർ ചെയ്യുക. പി ഓഫ് എക്സിൽ എക്സിലോടത്തൊക്കെ എന്തായിട്ട് ഇവിടെ വന്നു, എക്സ് നോട്ട് ആയിട്ട് വന്നു. ദെൻ ദിസ് ഈക്വൽ എന്താണ്, പി ഓഫ് എക്സ് നോട്ട് ആണ്. നമ്മൾ ലിമിറ്റ് ചെയ്തിട്ടുള്ള എന്തൊക്കെ യൂസ് ചെയ്തിട്ടാണ്, യൂസിങ് എക്സ്റ്റെൻഡഡ് സം റൂൾ, കോൺസ്റ്റന്റ് മൾട്ടിപ്പിൾ റൂൾ ആൻഡ് പവർ റൂൾ ഓഫ് ലിമിറ്റ്. ഹെൻസ് ദ പോളിനോമിയൽ പി ഓഫ് എക്സ് ഈസ് കണ്ടിന്യൂസ് അറ്റ് എവരി റിയൽ നമ്പർ ആൻഡ് ഹെൻസ് ഈസ് കണ്ടിന്യൂസ്. അപ്പോൾ നമ്മൾ എന്താണ് ഓരോ പോയിന്റ്സും എന്തായിരിക്കും പോളിനോമിയൽ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണ്. അങ്ങനെ ഓൾ റിയൽ നമ്പറിൽ എന്താണ് പോളിനോമിയൽ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണ്. സോ വി സേ ദാറ്റ് പി ഓഫ് എക്സ് ഈസ് കണ്ടിന്യൂസ്. Okay, the next example, let r of x be a real rational function of real variable x. Then r of x can be written as r of x equal to p of x by q of x. അല്ലേ, റാഷണൽ ഫംഗ്ഷൻ എന്താണ്, രണ്ട് പോളിനോമിയൽ ഫംഗ്ഷൻ നമ്മൾ എന്ത് ചെയ്യുക കോഷ്യന്റ് രൂപത്തിൽ എഴുതാണ്, where p of x and q of x are polynomials. Okay, then for any real number x naught, if q of x naught not equal to 0, denominator 0 ആകാൻ പാടില്ല, then r of x naught equal to എന്തായിരിക്കും, p of x naught by q of x naught is defined and ബൈ കോഷ്യന്റ് റൂൾ. ഓക്കെ, ഇതാണ് നമ്മുടെ ആർ ഓഫ് എക്സ് നോട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്, പി ഓഫ് എക്സ് നോട്ട് ബൈ ക്യൂ ഓഫ് എക്സ് നോട്ട് ഡിഫൈൻഡ് ആയിരിക്കണം. കണ്ടീഷൻ എന്താണ്, ക്യൂ ഓഫ് എക്സ് നോട്ട് 0 ആകാൻ പാടില്ല. ഇത് നമ്മൾ എന്ത് ചെയ്യുക, കോഷ്യന്റ് റൂൾ വെച്ച് നമ്മൾ എന്ത് ചെയ്യാം, ഈ പോളിനോമിയൽ ഫംഗ്ഷന്റെ ഡെഫിനേഷൻ റാഷണൽ ഫംഗ്ഷന്റെ ലിമിറ്റ് കണ്ടുപിടിക്കാൻ പോവാണ്. കണ്ടിന്യൂസ് ആണോ അല്ലേ നമ്മൾ ചെക്ക് ചെയ്യണം.
ഓക്കെ, അപ്പോൾ ശ്രദ്ധിക്കണം, എക്സ് നോട്ട് എന്ന പോയിന്റിൽ എന്താണ് ക്യൂ ഓഫ് എക്സ് നോട്ട് 0 ആകാൻ പാടില്ല. അതുപോലെ ആർ ഓഫ് എക്സ് നോട്ട് പറഞ്ഞാൽ പി ഓഫ് എക്സ് നോട്ട് ബൈ ക്യൂ ഓഫ് എക്സ് നോട്ട് ഡിഫൈൻഡ് ആണ്. ദെൻ ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു എക്സ് നോട്ട് പി ഓഫ് എക്സ് ബൈ ക്യൂ ഓഫ് എക്സ് നമുക്ക് എന്ത് ചെയ്യാൻ കോഷ്യൻ റൂൾ വെച്ച് നമുക്ക് എന്ത് ചെയ്യാൻ ന്യൂമറേറ്ററിന് ഡിനോമിനേറ്റർ നമുക്ക് എന്ത് ചെയ്യാൻ ലിമിറ്റ് സെപ്പറേറ്റ് കൊടുക്കാൻ പറ്റും. ദാറ്റ്സ് ഈക്വൽ ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു എക്സ് നോട്ട് പി ഓഫ് എക്സ് ബൈ ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു എക്സ് നോട്ട് ക്യൂ ഓഫ് എക്സ്. ഫസ്റ്റ് എക്സാമ്പിൾ വെച്ച് നമുക്ക് എന്താ പറയാൻ പറ്റും, പി ഓഫ് എക്സ് ഒരു പോളിനോമിയൽ, അതിന്റെ ലിമിറ്റ് എന്താണ് പി ഓഫ് എക്സ് നോട്ടിനും ക്യൂ ഓഫ് എക്സും പോളിനോമിയൽ ലിമിറ്റ് ക്യൂ ഓഫ് എക്സ് നോട്ട് ആണ്. ക്യൂ ഓഫ് എക്സ് നോട്ട് 0 ആവാൻ പാടില്ല നമ്മൾ പറഞ്ഞു അല്ലേ. ദെൻ പി ഓഫ് എക്സ് ബൈ ക്യൂ ഓഫ് എക്സ് ആണ് എന്താണ് ആർ ഓഫ് എക്സ് നോട്ട് ആണ്. അതായത് ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു എക്സ് നോട്ട് ആർ ഓഫ് എക്സ് എന്ന് നമുക്ക് എന്ത് കിട്ടി ആർ ഓഫ് എക്സ് നോട്ട്. അതായത് എക്സ് നോട്ട് എക്സ് ഈക്വൽ എക്സ് നോട്ട് എന്ന പോലെ എന്താണ് ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണ്. ഹെൻസ് റാഷണൽ ഫംഗ്ഷൻ ആർ ഓഫ് എക്സ് ഈസ് കണ്ടിന്യൂസ് അറ്റ് എവറി റിയൽ നമ്പർ എക്സ് നോട്ട് ഫോർ വിച്ച് ക്യൂ ഓഫ് എക്സ് നോട്ട് നോട്ട് ഈക്വൽ 0, ദാറ്റ് ഈസ് ആർ ഓഫ് എക്സ് നോട്ട് ഈസ് ഡിഫൈൻഡ്. ക്യൂ ഓഫ് എക്സ് നോട്ട് 0 അല്ലാത്ത കേസാണ് എന്താണ് ആർ ഓഫ് എക്സ് നോട്ട് ഡിഫൈൻഡ് ആണ് അല്ലേ. ദെൻ തേർഡ് എക്സാമ്പിൾ, കൺസിഡർ ദി ഫംഗ്ഷൻ y ഈക്വൽ ടു എഫ് ഓഫ് എക്സ് whose domain is 0, 4, interval, closed interval 0, 4 and its graph is given in the figure. ഓക്കെ, നമുക്ക് ഒരു ഫംഗ്ഷൻ y കൂടെ എഫ് ഓഫ് എക്സ് ഒരു ഫംഗ്ഷന്റെ ഗ്രാഫ് നമുക്ക് തന്നിട്ട് ക്ലോസ് ഇന്റർവൽ 0, 4 ഉള്ളിലുള്ള ഗ്രാഫ് നോക്കുക. 1 ഫംഗ്ഷൻ ഡിഫൈൻഡ് ആണ്, പക്ഷേ 0 ഫംഗ്ഷൻ ഡിഫൈൻഡ് ആണ്. ദെൻ 1 പോകുമ്പോൾ 1 ഫംഗ്ഷൻ ഡിഫൈൻഡ് ആണ്, പക്ഷേ 1 അതിന്റെ വാല്യൂ 1 അല്ല, 1 അതിന്റെ വാല്യൂ 0 അല്ല വരുന്നത്, അത് 1 ആണ് വരുന്നത്. ദെൻ ഗ്രാഫ് നോക്കുക, ഈ ഓപ്പൺ ആയിട്ട് ഹോൾഡ് എന്താണ് അവിടെ ഫംഗ്ഷൻ ഡിഫൈൻഡ് അല്ലാത്ത കേസാണ്. ഓപ്പൺ ആയിട്ടുള്ള ഹോൾഡറിൽ നമ്മൾ ഡാർക്കൺ ചെയ്തിട്ടുള്ള ആ പോയിന്റ് ആണ് എന്ത് അവിടെ ഫംഗ്ഷൻ ഡിഫൈൻഡ് ആയിട്ട് വരും. അപ്പൊ ഈ ഗ്രാഫ് ശരിക്കും നോക്കാം. ഓക്കെ, ഇവിടെ നോക്കാം, 0 ഫംഗ്ഷന്റെ വാല്യൂ 1 ആണ് വരുന്നത്, പക്ഷെ 1 എത്തുമ്പോൾ അതിന്റെ വാല്യൂ എന്താണ് 1 ആയിട്ട് മാറി. ഓക്കെ, പക്ഷെ ഗ്രാഫ് നോക്കുക, അത് ഇങ്ങനെ ഡിക്രീസ് ചെയ്ത് പോവാണ്, 0 അപ്രോച്ച് ചെയ്യുന്നത് പോലെ തോന്നുന്നു. പക്ഷെ അറ്റ് ദ പോയിന്റ് 1 എന്താണ് അതിന്റെ വാല്യൂ 1 ആയിട്ട് മാറുന്നു. ദെൻ 1 to 2 ആണ് ഇന്റർവൽ എന്താണ് ഇത് 1 മുതൽ ഇങ്ങനെ പോയിട്ട്, പക്ഷെ 2 എത്തുമ്പോൾ എന്താ അതിന്റെ വാല്യൂ 2 ആയിട്ട് മാറുന്നു. ദെൻ നോക്കുക, 2 കഴിഞ്ഞിട്ട് അപ്പുറത്തേക്ക് പോകുമ്പോൾ 2 to 4 വരെ നോക്കുക, എന്താണ് ഇത് ഇൻക്രീസ് ചെയ്ത് 2 ആയിട്ട് മാറുന്നു. ദെൻ ഡിക്രീസ് ചെയ്തിട്ട് 4 വരുന്നില്ല. എപ്പോ 4 അതിന് കറസ്പോണ്ടിങ് വാല്യൂ 1 അല്ല, പക്ഷെ അതിലേക്കാളും കുറച്ച് താഴെയാണ്. ഓക്കെ, ദെൻ from the graph we can infer that the function f of x jumps in values at each of the point x is equal to 1, x is equal to 2 and x is equal to 4. x is equal to 1 x is equal to 2 x is equal to 4 എന്നാണ് ആ ഫംഗ്ഷൻ ജമ്പ് ചെയ്യുന്നത് അല്ലേ. നമ്മളൊരു പാൻ അടിച്ച് ഇവിടെ നിന്ന് വരയ്ക്കും, പിന്നെ ഇതിലേക്ക് പോകണമെങ്കിൽ നമ്മൾ പാൻ എടുക്കണം. ദെൻ ഇങ്ങനെ പോയി ഈ 2 അതിന്റെ വാല്യൂ 2 ആണ്, അപ്പോൾ ഇവിടെ നിന്ന് പോയിട്ട് പിന്നെ പാൻ എടുത്തിട്ട് ഇവിടെ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് ഇങ്ങനെ പോയിട്ട് ഇവിടെ നിന്ന് വീണ്ടും പാൻ എടുത്തിട്ട് വരും. അപ്പോൾ അത് 1 2 4 എന്താണ് നമ്മൾ പാൻ എടുക്കണം, അതായത് അതിന്റെ വാല്യൂ ജമ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഹിയർ ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു 1 എഫ് ഓഫ് എക്സ് എന്നാണ് ഡസ് നോട്ട് എക്സിസ്റ്റ്. കാരണം എന്താ, നമ്മൾ ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു എക്സ് നോട്ട് നമ്മൾ ലെഫ്റ്റ് സൈഡിൽ നിന്ന് എടുക്കുമ്പോൾ എന്താണ് 0 അപ്രോച്ച് ചെയ്യുന്നു, റൈറ്റ് സൈഡിൽ നിന്ന് എടുക്കുമ്പോൾ എന്താണ് 1 അപ്രോച്ച് ചെയ്യുന്നത്. ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് റൈറ്റ് ഹാൻഡ് ലിമിറ്റ് ഈക്വൽ അല്ല, സോ അതിന് ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യില്ല. ദാറ്റ് ഈസ് 0 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 1 ആസ് എക്സ്റ്റെൻഡിങ് ടു 1 എഫ് ഓഫ് എക്സ് ഹാസ് ദി വാല്യൂസ് നിയർ 0. ഇത് ലെഫ്റ്റ് സൈഡ് എടുക്കുമ്പോൾ അതിന്റെ വാല്യൂ 0 ആണ്, പക്ഷേ എക്സ് ഗ്രേറ്റർ ദാൻ 1 ആവുന്ന കേസ് എന്താണ് എക്സ് 1 ടെൻഡ് ചെയ്യുന്നത്. അതായത് എഫ് ഓഫ് എക്സിന്റെ വാല്യൂസ് എന്തൊക്കെയാണ് നിയർ 1 ആയിട്ട് വരുന്നത്. ലെഫ്റ്റ് സൈഡിൽ 0 റൈറ്റ് സൈഡിൽ 1 ആവും, അതായത് ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും റൈറ്റ് ഹാൻഡ് ലിമിറ്റ് സെപ്പറേറ്റ് ചെയ്യുന്നത്, അതുകൊണ്ട് ലിമിറ്റ് എന്തായിരിക്കും അവിടെ എക്സിസ്റ്റ് ചെയ്യില്ല. ദെൻ അറ്റ് ദി പോയിന്റ് എക്സ് ഇസ് ഈക്വൽ ടു 2 ആൻഡ് എക്സ് ഇസ് ഈക്വൽ ടു 4, എക്സ് ഇസ് ഈക്വൽ ടു 2 എക്സ് ഇസ് ഈക്വൽ ടു 4 കേസ് എന്താണ് 2 4 എന്താണ് ഫംഗ്ഷൻ ഡിഫൈൻഡ് ആണ്, പക്ഷെ വാല്യൂ എന്താണ് വേറെ വാല്യൂസ് ആണ്. പക്ഷെ at the points x is equal to 2 and x is equal to 4, even though the limit exists ചെയ്യുന്നുണ്ട്, it is not equal to the values of the function at that point അല്ലെ. ഇവിടെ നോക്കുക, 2ന്റെ കേസ് നോക്കാം. 2ന്റെ കേസ് നോക്കുക, 2 നമ്മൾ ലെഫ്റ്റിൽ നിന്ന് പോകുമ്പോഴും റൈറ്റിൽ നിന്ന് പോകുമ്പോഴും എന്താണ് അതിന്റെ ലിമിറ്റ് 2 ആണ്. ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും റൈറ്റ് ഹാൻഡ് ലിമിറ്റും 2 ആണ്, പക്ഷെ അറ്റ് ദി പോയിന്റിൽ അതിന്റെ വാല്യൂ എന്താണ് വേറെ വാല്യൂ ആണ്. ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും റൈറ്റ് ഹാൻഡ് ലിമിറ്റും എന്താണ് 1 ആണ്, പക്ഷെ അറ്റ് ദി പോയിന്റ് 2 അതിന്റെ വാല്യൂ എന്താണ് 2 ആയിട്ട് പോകും. അതുപോലെ തന്നെ 4ന്റെ കേസും അല്ലെ, ലെഫ്റ്റ് നമ്മൾ അപ്രോച്ച് ചെയ്യുമ്പോൾ എന്താണ് ഈ 1 ആയിരുന്നു, റൈറ്റിൽ നിന്ന് അപ്രോച്ച് ചെയ്യുമ്പോഴും 1 ആയിരുന്നു, പക്ഷേ അറ്റ് ദി പോയിന്റ് 4 എന്താണ് അതിന്റെ വാല്യൂ 1 താഴെ വേറൊരു വാല്യൂ ആയിട്ടാണ് വരുന്നത്. ഓക്കെ, ഹെൻസ് ദ ഗിവൺ ഫംഗ്ഷൻ ഈസ് നോട്ട് കണ്ടിന്യൂസ് അറ്റ് എക്സ് ഇസ് ഈക്വൽ ടു 1, 2 and 4. 1 2 4 എന്നാണ് ഫംഗ്ഷൻ കണ്ടിന്യൂസ് അല്ല. ഇനി ആ ഫിഗർ നോക്കുക, 3ന്റെ കേസ് നോക്കാം. 3ന്റെ കേസ് എന്താണ്, 3ന്റെ കേസ് ഒരു പ്രശ്നമില്ല, എന്താ ലെഫ്റ്റിൽ നിന്ന് അപ്രോച്ച് ചെയ്യുമ്പോൾ റൈറ്റിൽ നിന്ന് അപ്രോച്ച് ചെയ്യുമ്പോൾ അതിന്റെ വാല്യൂ 2 ആണ്. അറ്റ് ദി പോയിന്റ് 3 ആണ് പോയിന്റിൽ എന്താണ് അതിന്റെ വാല്യൂ 2 ആണ്. അതുകൊണ്ടാണ് ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് റൈറ്റ് ഹാൻഡ് ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നത്. അറ്റ് ദാറ്റ് പോയിന്റിലെ ലിമിറ്റ് എന്താണ് സെയിം വാല്യൂ ആയതുകൊണ്ട് എന്താണ് അതിന്റെ അവിടെ കണ്ടിന്യൂസ് ആയിട്ട് ആ ഫംഗ്ഷൻ വരും. ഓക്കെ, അതിന് കൂടുതൽ പറയേണ്ട ആവശ്യമില്ല. ദെൻ ഫ്രം ദ ഫിഗർ വി ഗെറ്റ് ദി ഫംഗ്ഷൻ ഈസ് കണ്ടിന്യൂസ് ഓൺ ദി ഇന്റർവൽ ക്ലോസ്ഡ് 0 ഓപ്പൺ 1
ഓപ്പൺ ഇൻ്റർവൽ 1 2 ആൻഡ് ഓപ്പൺ ഇൻ്റർവൽ 2 4. ഓക്കെ, നോക്കുക ഇവിടെ നോക്കുക 0 മുതൽ 1 വരെ ഓപ്പൺ 1 വരെ, ദെൻ ഓപ്പൺ 1 മുതൽ 2 വരെ എന്താണ് കണ്ടിന്യൂസ് ആയിരിക്കും, ദെൻ 2 മുതൽ 4 വരെ എന്തായിരിക്കും കണ്ടിന്യൂസ് ആയിരിക്കും. അപ്പം നമ്മളെ ടോട്ടൽ 0 മുതൽ 4 വരെ ഇൻ്റർവൽ നമ്മൾ കട്ടാക്കി എടുത്താൽ എന്തായിരിക്കും ആ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റും. Okay, the next, discuss the continuity of f of x is equal to 8x cube by root x square minus 8. നമുക്ക് എന്താണ് തന്നിട്ടുള്ള ഈ ഫംഗ്ഷന്റെ എന്താണ് കണ്ടിന്യൂറ്റി നമുക്ക് ചെക്ക് ചെയ്യണം. എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 8x cube by root x square minus 8. Okay, that is the numerator of f of x is 8x cube, which is a polynomial and hence is defined and continuous everywhere. Okay, f of x എന്ന ഫംഗ്ഷൻ നോക്കുക, അതിന്റെ ന്യൂമറേറ്റർ എന്താണ് 8x cube ആണ്, ഡിനോമിനേറ്റർ ആണ് റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ മൈനസ് 8. ഈ ഫംഗ്ഷന്റെ പ്രത്യേകത എന്താണ്, ഡിനോമിനേറ്റർ 0 ആകാൻ പാടില്ല, കാരണം ആ ഫംഗ്ഷൻ ഡിഫൈൻഡ് ആയിട്ടില്ല. അപ്പോൾ 8x cube പറഞ്ഞിട്ടുള്ള ന്യൂമറേറ്റർ നോക്കുക, എന്താണ് ഒരു പോളിനോമിയൽ ഫംഗ്ഷൻ ആണ്. പോളിനോമിയൽ ഫംഗ്ഷൻ എല്ലായിടത്തും എന്താണ് കണ്ടിന്യൂസ് നമ്മളിപ്പം പ്രൂവ് ചെയ്തിട്ടുണ്ട്. Okay, then denominator is composition of the square root function h of u equal to root u and the function g of x is equal to x square minus 8. താഴത്തെ ന്യൂമറേറ്റർ ഫംഗ്ഷൻ എന്താണ് കോമ്പോസിറ്റ് ഫംഗ്ഷൻ ആയിട്ട് നമുക്ക് എഴുതാൻ, റൂട്ട് ഫംഗ്ഷന്റെ ഒപ്പം എക്സ് സ്ക്വയർ മൈനസ് 8 ഫംഗ്ഷന്റെ കോമ്പോസിറ്റ് ആയിട്ട് നമുക്ക് എഴുതാൻ. ദാറ്റ് ഈസ് റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ മൈനസ് 8 എന്താണ് എച്ച് ഓഫ് ജി ഓഫ് എക്സ് ആണ്. കാരണം എന്താണ് എച്ച് ഓഫ് യു ആണ് റൂട്ട് യു ആണ്, യുവിന്റെ പകരം നമുക്ക് എക്സ് സ്ക്വയർ മൈനസ് 8, അതായത് എച്ച് ഓഫ് ജി ഓഫ് എക്സ് ആണ് നമ്മളുടെ റൂട്ട് എക്സ് സ്ക്വയർ മൈനസ് 8 ആയിട്ടുള്ള ഡിനോമിനേറ്റർ വരുന്നത്. ഹിയർ ജി ഓഫ് എക്സ് എന്താണ് ഒരു പോളിനോമിയൽ ആയതുകൊണ്ട് അത് കണ്ടിന്യൂസ് ആണ്, ഡിഫറൻഷ്യബിൾ ആണ് എല്ലായിടത്തും. എച്ച് എന്താണ് ഒരു സ്ക്വയർ റൂട്ട് ഫംഗ്ഷൻ ആണ്, അത് ഡിഫൈൻഡ് ആയിരിക്കും എല്ലായിടത്തും ആൻഡ് കണ്ടിന്യൂസ് ആയിരിക്കും, ഡിഫറൻഷ്യബിൾ ആയിരിക്കും. അപ്പോൾ ഫോർ ഓൾ യു ഗ്രേറ്റർ ദാൻ 0, കാരണം അതിന്റെ റൂട്ട് ഓഫ് വരുന്നതുകൊണ്ടാണ് നമ്മൾ പോസിറ്റീവ് ഇൻറ്റിജർ എടുക്കാൻ പാടും. ഹെൻസ് ബൈ ചെയിൻ റൂൾ വെച്ചിട്ട് നമുക്ക് എന്താ പറയുക കോമ്പോസിറ്റ് ഫംഗ്ഷൻ എന്താണ് ഡിഫറൻഷ്യബിൾ ആണ്, കണ്ടിന്യൂസ് ആയിട്ട് വരും. ദാറ്റ് ഈസ് എച്ച് ഓഫ് ജി ഓഫ് എക്സ് ഇസ് ഡിഫറൻഷ്യബിൾ ആൻഡ് ഹെൻസ് കണ്ടിന്യൂസ് ഫോർ ഓൾ ജി ഓഫ് എക്സ്. അപ്പോൾ എക്സ് സ്ക്വയർ മൈനസ് 8 എന്തായിട്ട് ജി ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ 0 എന്ന കേസിൽ കണ്ടിന്യൂസ് ആയിട്ട് വരും. ദാറ്റ് ഈസ് എക്സ് സ്ക്വയർ മൈനസ് 8 ഗ്രേറ്റർ ദാൻ 0. Therefore, the denominator of the given function is continuous and non-zero for all x such that x square minus 8 greater than 0. x square minus 8 greater than 0 നമുക്ക് എന്ത് തരാൻ പറ്റും, x square greater than 8 ആയിട്ട് നമുക്ക് തരാൻ പറ്റും, which implies x greater than 2 root 2 അല്ലെങ്കിൽ x less than minus 2 root 2 ആയിട്ട് എഴുതാൻ പറ്റും. ഹെൻസ് ഫോർ എനി പോയിന്റ് നമ്മൾ എക്സ് നോട്ടും മൈനസ് ഇൻഫിനിറ്റി മുതൽ മൈനസ് 2 root 2 വരെയും 2 root 2 മുതൽ ഇൻഫിനിറ്റി വരെ നമ്മൾ എടുക്കുകയാണെങ്കിൽ ആ ഫംഗ്ഷൻ എന്തായാലും കണ്ടിന്യൂസ് ആയിട്ട് വരും. ദാറ്റ് ഈസ് എക്സ് നോട്ട് ബിലോങ്സ് ടു -8 -2 root 2 യൂണിയൻ 2 root 2 ഇൻഫിനിറ്റി ആയിട്ട് നമ്മൾ എടുക്കാം. ലിമിറ്റ് എക്സ്റ്റെൻഡ് ടു എക്സ് നോട്ട് എഫ് ഓഫ് എക്സ് എന്തായിട്ട് നമുക്ക് ലിമിറ്റ് എക്സ്റ്റെൻഡ് ടു എക്സ് നോട്ട് 8x cube by root x square minus 8 നമ്മൾ ക്വോഷ്യന്റ് റൂൾ വെച്ചാൽ അതിന് ന്യൂമറേറ്റർ ഡിനോമിനേറ്റർ കൊടുക്കാൻ പറ്റും. ഡിനോമിനേറ്റർ എന്താകാൻ പാടില്ല, 0 വരാൻ പാടില്ല. കാരണം എന്താണ് നോക്കുക, ഡിനോമിനേറ്ററിന്റെ കേസ് നോക്കുക, റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ മൈനസ് 8 ആണ്. എക്സ് സ്ക്വയർ എന്തായിരിക്കും എപ്പോഴും പോസിറ്റീവായി വരുള്ളൂ അല്ലെ, ഏതൊരു ഇതിന്റെ കറസ്പോണ്ടിങ് വാല്യൂ എടുത്താൽ അത് പോസിറ്റീവ് വാല്യൂ വരുള്ളൂ. അതുകൊണ്ട് തന്നെ അതിന്റെ സ്ക്വയർ എടുത്താൽ എന്തായാലും പോസിറ്റീവ് വരും. അതിന് -8 എന്നാൽ എന്തായിരിക്കും ഒരിക്കലും 0 വരാൻ ചാൻസ് ഇല്ല. അപ്പോൾ എന്താണ് അത് 0 വരില്ല. ഓക്കെ, ഏതൊരു എക്സ് നോട്ടിനും കേസിലും. ദർഫോർ നമുക്ക് എന്താ പറ്റും 8x നോട്ട് ക്യൂബ് ബൈ റൂട്ട് എക്സ് നോട്ട് സ്ക്വയർ മൈനസ് 8. ഇവിടെ നമ്മുടെ എഫ് ഓഫ് എക്സിൽ എക്സിന് പകരമൊക്കെ എന്ത് വന്നു, എക്സ് നോട്ട് വന്നതുകൊണ്ട് നമുക്ക് എന്താ പറ്റും ദാറ്റ്സ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് നോട്ട്. ഹെൻസ് എഫ് ഓഫ് എക്സ് ഈസ് കണ്ടിന്യൂസ് ഓൺ ദ ഇന്റർവൽ -∞ -2 root 2 ആൻഡ് 2 root 2 ഇൻഫിനിറ്റിയിൽ എന്തായിരിക്കും ആ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആയിരിക്കും. ഓക്കെ, നെക്സ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണ് ഇന്റർമീഡിയറ്റ് വാല്യൂ പ്രോപ്പർട്ടി. One of the important properties of the function that are continuous on the interval is intermediate value property. അപ്പോൾ ഒരു ഫംഗ്ഷൻ ഒരു ഇന്റർവെല്ലിലുള്ള കണ്ടിന്യൂസ് ആണോ അല്ലോ എന്ന് നോക്കുകയാണെന്നുവെച്ചാൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പ്രോപ്പർട്ടി ആണ് ഇന്റർമീഡിയറ്റ് വാല്യൂ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ. ഓക്കെ, ഇവിടെ ശ്രദ്ധിക്കുക, ഇന്റർമീഡിയറ്റ് ആണ്. ഓക്കെ, MEDIAT ആണ്, ഇവിടെ MI അല്ല. ഇന്റർമീഡിയറ്റ് വാല്യൂ പ്രോപ്പർട്ടി. A function is said to have the intermediate value property if it never takes on two values without taking on all values of in between. Okay, അങ്ങനെ എന്താണ് നമ്മൾ ഇന്റർവെല്ലിൽ ഫംഗ്ഷന്റെ വാല്യൂ എടുക്കുകയാണെങ്കിൽ ആ ഫംഗ്ഷൻ ഇന്റർമീഡിയറ്റ് വാല്യൂ പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ആണെങ്കിൽ രണ്ട് വാല്യൂസ് ആ ഫംഗ്ഷൻ എടുക്കുന്നതിൻ്റെ ഇടയിൽ എല്ലാ പോയിന്റ്സും എന്താണ് ആ ഫംഗ്ഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന രൂപത്തിലായിരിക്കണം. ദാറ്റ് ഈസ് ഇഫ് ഇറ്റ് നെവർ ടേക്സ് ഓൺ ടു വാല്യൂസ് വിത്തൗട്ട് ടേക്കിംഗ് ഓൾ ദ വാല്യൂസ് ഇൻ ബിറ്റ്വീൻ. അതായത് രണ്ട് വാല്യൂ എടുക്കാനുള്ള പ്രത്യേകത എന്തായിരിക്കും, അതിൻ്റെ ഇടയിൽ എല്ലാ വാല്യൂസും ആ ഫംഗ്ഷൻ സാറ്റിസ്ഫൈ ചെയ്യണം. എങ്കിൽ അതിൻ്റെ അറ്റത്തിൽ രണ്ട് വാല്യൂസാണ് എടുക്കുന്നതെങ്കിൽ അതിൻ്റെ ഇടയിൽ എല്ലാ വാല്യൂസും സാറ്റിസ്ഫൈ ചെയ്യണം. അങ്ങനെ അറ്റത്തിൽ രണ്ട് വാല്യൂസും എടുക്കാനുള്ള കണ്ടീഷൻ എന്താണ്, അതിൻ്റെ ഇടയിൽ എല്ലാ വാല്യൂസും സാറ്റിസ്ഫൈ ചെയ്യണം. ആ പ്രോപ്പർട്ടിനെ വിളിക്കുന്നതാണ് ഇന്റർമീഡിയറ്റ് വാല്യൂ പ്രോപ്പർട്ടിയാണ്. ഈ ഗ്രാഫ് നോക്കാം. ഈ
ഗ്രാഫിൽ എടുക്കുക, നമ്മൾ എയും ബിയും ഞാൻ എടുത്തു. എയും ബിയും എനിക്ക് ഫംഗ്ഷൻ്റെ വാല്യൂസ് എടുക്കണമെങ്കിൽ എന്താണ്, എയിൽ നിന്ന് ബിയിലേക്ക് ഇങ്ങനെ ട്രാവലാണ് അല്ലേ, പാൻ എടുക്കാതെ ട്രാവലാണ്. പാൻ എടുക്കാതെ ട്രാവൽ ചെയ്യണം എന്താണ്, നമ്മൾ അതിനിടയിൽ എല്ലാ പോയിന്റ്സും സാറ്റിസ്ഫൈ ചെയ്യണം. അത് എ ടു ബി ആണ് എല്ലാ പോയിന്റ്സും നമ്മൾ എന്താണ് സാറ്റിസ്ഫൈ ചെയ്യണം. ഞാനൊരു സി ആണ് ഒരു പോയിന്റ് എടുത്തു, അതിന് കറസ്പോണ്ടിങ് ആയിട്ട് എന്താണ് എനിക്ക് ഗ്രാഫിൽ ഒരു പോയിന്റ് അതായത് വൈ ഓഫ് സി എഫ് ഓഫ് സി അല്ലെങ്കിൽ വൈ നോട്ട്. അപ്പോൾ എക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഗ്രാഫിലെ വാല്യൂ എന്തായിരിക്കും, എഫ് ഓഫ് എ ആയിരിക്കും. ബിക്കാർക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഗ്രാഫിലെ വാല്യൂ എന്താണ്, എഫ് ഓഫ് ബി ആണ്. ഓക്കെ, അപ്പോൾ ഇൻ്റർമീഡിയറ്റ് വാല്യൂ നമ്മൾ ഗ്രാഫിക്കലി നമുക്ക് അതിനെ ഡിസ്കസ് ചെയ്യാൻ പറ്റും. എന്താണ്, നമ്മൾ ഒരു ഗ്രാഫ് എടുക്കുക, കണ്ടിന്യൂസ് ആയിട്ടുള്ള ഗ്രാഫ് ആയിരിക്കണം. ഓക്കെ, കണ്ടിന്യൂസ് ആയിട്ടുള്ള ഗ്രാഫ് എടുക്കുമ്പം നമ്മൾ അതിന് പ്രത്യേകം എന്താണ്, എയും ബിയും ആ ഗ്രാഫിൽ നമ്മൾ 2 പോയിന്റ്സ് നമ്മൾ എ പറഞ്ഞ പോയിന്റിലും ബി എന്ന പോയിന്റിലും നമ്മൾ എടുക്കുക. എയിൽ നിന്ന് ബിയിലേക്ക് പോകണമെങ്കിൽ എന്താണ്, എനിക്ക് കൈ എടുക്കാതെ എയിൽ നിന്ന് ബിയിലേക്ക് പോകണമെങ്കിൽ ഇതിലൂടെ ഇങ്ങനെ പോകാനേ പറ്റുള്ളൂ അല്ലേ. അപ്പോൾ എന്താണ്, അങ്ങനെ പറഞ്ഞാൽ എന്താ, എ ടു ബി നമ്മൾ ഏതൊരു പോയിന്റ് എടുത്താലും അതിനൊക്കെ കറസ്പോണ്ടിങ് ആയിട്ട് വൈലൊരു വാല്യൂ ഉണ്ട്. അതായത് എയിൽ നിന്ന് ബിയിലേക്ക് മൂവ് ചെയ്യണമെങ്കിൽ അതിൻ്റെ ഇടയിലുള്ള എല്ലാ പോയിന്റ്സും ഞാൻ എന്ത് ചെയ്യണം, സാറ്റിസ്ഫൈ ചെയ്യണം. Okay, that is theorem, intermediate to value theorem, first version. Suppose f of x is continuous on an interval I, a and b are any 2 points on I, then y naught is a number between f of a and f of b, then there exists a number c between a and b such that f of c equal to y naught. അപ്പോൾ ഇൻ്റർമീഡിയറ്റ് വാല്യൂ തിയറം ഇമ്പോർട്ടൻ്റ് ആണ്. അതിൻ്റെ ഫസ്റ്റ് വേർഷൻ ആണ്. നമ്മൾ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഫംഗ്ഷൻ നമ്മൾ ഇൻ്റർവെലിൻ്റെ ഉള്ളിൽ ഐൻ്റെ ഉള്ളിൽ ഇൻ്റർവെൽ നമ്മൾ എടുത്തു, അതായത് വൈ ഈക്വൽ എഫ് ഓഫ് എക്സ് ആണ് നമ്മളുടെ കണ്ടിന്യൂസ് ഫംഗ്ഷൻ. അതിൽ 2 പോയിന്റ് എയും ബിയും എടുത്തു. എക്കും ബിയും കറസ്പോണ്ടിങ് ആയിട്ടുള്ള വൈയുടെ വാല്യൂ എന്താണ്, എഫ് ഓഫ് എയും എഫ് ഓഫ് ബിയും ആണ്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ആ 2 പോയിന്റ്സും ഈ കണ്ടിന്യൂസ് ഗ്രാഫിൽ ഒരു പോയിന്റ്സ് ആണ് എങ്കിൽ അതിൻ്റെ ഇടയിലുള്ള ഏതൊരു പോയിന്റ് നമ്മൾ സി എടുത്താലും, എൻ്റെയും ബിൻ്റെ ഇടയിൽ ഏതൊരു പോയിന്റ് സി എടുത്താലും കറസ്പോണ്ടിങ് ആയിട്ട് ആ ഗ്രാഫിൽ ഒരു പോയിന്റ് ഉണ്ടായിരിക്കും, എഫ് ഓഫ് സി, അത് വൈ നോട്ട് എന്നൊരു പോയിന്റ് ഉണ്ടായിരിക്കും. That is, there exists a number c in between a and b. അതിൻ്റെ ബിൻ്റെ ഉള്ളിൽ ഒരു സി ആണ് പോയിന്റ് നമ്മൾ എടുത്താൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് വൈലൊരു പോയിന്റ് ഉണ്ടായിരിക്കും, അത് എഫ് ഓഫ് സി ആണ് ഒരു പോയിന്റ് ഉണ്ടായിരിക്കും. ദാറ്റ് ഈസ് വൈ നോട്ട്. ഓക്കെ, ദെൻ ഇന്റർമീഡിയറ്റ് വാല്യൂ തിയറം സെക്കൻഡ് വേർഷൻ, അതായത് നമ്മളിപ്പം പറഞ്ഞ തിയറത്തിന് ഒരു കോൺട്രാപോസിറ്റീവ് വേർഷൻ ആയിട്ട് പറയാണ്. ലെറ്റ് എഫ് ഓഫ് എക്സ് ബി എ കണ്ടിന്യൂസ് ഓൺ ക്ലോസ് ഇന്റർവെൽ എ ബി. എഫ് ഓഫ് എക്സ് എന്താണ്, ക്ലോസ് ഇന്റർവെൽ എ ബിൻ്റെ ഉള്ളിൽ എന്താണ്, കണ്ടിന്യൂസ് ആണ്. ആൻഡ് സപ്പോസ് ദാറ്റ് എഫ് ഓഫ് എക്സ് എന്താണ് സി, ഒരു എഫ് ഓഫ് എക്സ് ഒരു വാല്യൂന് എന്താണ് സി അല്ല, ഏതൊരു വാല്യൂ എക്സ് എടുത്താലും ഇൻ എ ബി. ഇഫ് എഫ് ഓഫ് എ ഈക്വൽ ടു എഫ് ഓഫ് എ ലെസ് ദാൻ എ, ദെൻ എഫ് ഓഫ് ബി എന്തായിരിക്കണം, ലെസ് ദാൻ സി ആയിരിക്കണം. അതുപോലെയാണ് എഫ് ഓഫ് എ സീനേക്കാളും വലുതാണെങ്കിൽ എഫ് ഓഫ് ബി എന്തായിരിക്കണം, സീനേക്കാളും വലുതായിരിക്കണം. അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞ ഇന്റർമീഡിയറ്റ് വാല്യൂ തിയറത്തിന്റെ സെക്കൻഡ് വേർഷൻ അല്ലെങ്കിൽ കോൺട്രാഡിക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ പറഞ്ഞു ഏത് ഒരു കണ്ടിന്യൂസ് ഫംഗ്ഷന്റെ 2 പോയിന്റ്സ് നമ്മൾ ഏത് 2 പോയിന്റ്സ് എടുത്താലും അതിനിടയിൽ ഒരു പോയിന്റ് സി ആയിരിക്കും, സച്ച് ദാറ്റ് എഫ് ഓഫ് സി അവിടെ എക്സിസ്റ്റ് ചെയ്ത് നമ്മൾ പറഞ്ഞു. അതിന്റെ കോൺട്രാപോസിറ്റീവ് അല്ലെങ്കിൽ സെക്കൻഡ് വേർഷൻ ഓഫ് ഇന്റർമീഡിയറ്റ് വാല്യൂ തിയറം എന്ന് പറഞ്ഞത് ഒരു വാല്യൂ ഏതൊരു എക്സിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് ഒരു എഫ് ഓഫ് എക്സ് സി ആയിട്ട് ഒരു പോയിന്റ് നമുക്ക് അതിൽ കിട്ടുന്നില്ല. ഓക്കെ, അങ്ങനെയാണ് എങ്കിൽ നമ്മൾ എഫ് ഓഫ് എടുത്താൽ എന്ത് വരണം, അത് സീനേക്കാളും ചെറുതായിരിക്കണം. എഫ് ഓഫ് ബി എടുത്താൽ എന്തായിരിക്കണം, സീനേക്കാളും ചെറുതായിരിക്കണം. അതായത് നമ്മൾ അങ്ങനത്തെ ഒരു പോയിന്റ് എടുക്കുന്ന എന്തായിരിക്കണം, ഈ എയും ബിയും എന്തായിരിക്കണം, നമ്മൾ ആ സീൻ്റെ ലെഫ്റ്റ് സൈഡിലേക്ക് അയച്ചായിരിക്കുള്ള പോയിന്റ്സ് ആയിട്ട് എടുക്കണം. ഓക്കെ, അതായത് നമ്മളിപ്പോൾ 2 പോയിന്റ്സ് എടുത്തു, എയും ബിയും എടുത്തു അല്ലെ, എയും ബിയും എടുത്തു. ആ എയും ബിയുടെ കേസിൽ നമ്മൾ ഏതൊരു സി നമ്മൾ എടുക്കുകയാണ്, ക്ലോസിന്റെ എ ബിൻ്റെ ഉള്ളിൽ ഏതൊരു സി എടുത്താലും അതിൽ എഫ് ഓഫ് എക്സ് ഒരിക്കലും സി വരുന്നില്ല എന്ന് പറഞ്ഞാൽ എന്താണ്, എഫ് ഓഫ് ബി സീനേക്കാളും ചെറുതാണെങ്കിൽ എഫ് ഓഫ് എയും സീനേക്കാളും ചെറുതായിരിക്കും. അപ്പോൾ എഫ് ഓഫ് ബി ഗ്രേറ്റർ ദാൻ സി ആണെങ്കിൽ എഫ് ഓഫ് എ എന്തായിരിക്കണം, ഗ്രേറ്റർ ദാൻ സി ആയിരിക്കണം. ഓക്കെ, 2 തിയറം ഇമ്പോർട്ടൻ്റ് ആണ്, നോക്കി വെക്കാം. Then ഒരു റിമാർക്ക്, നോട്ട് ദാറ്റ് ദി കണ്ടിന്യൂറ്റി ഓഫ് ഐ ഓൺ ദി ഇന്റർവൽ ഐ ഈസ് കണ്ടിന്യൂറ്റി ഓഫ് എഫ് ഓൺ ദി ഇന്റർവൽ ഐ ഈസ് എസെൻഷ്യൽ ടു ദി തിയറം. അങ്ങനെ പറഞ്ഞാൽ നമ്മൾ ഇന്റർമീഡിയറ്റ് വാല്യൂ തിയറം പറയുമ്പോൾ കണ്ടിന്യൂറ്റി പ്രോപ്പർട്ടി എന്താണ്, ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ കണ്ടിന്യൂസ് ആണ് ആ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഇന്റർമീഡിയറ്റ് വാല്യൂ തിയറം ഹോൾഡ് ചെയ്യുള്ളൂ. If f is discontinuous at even one point of I, then the theorem's conclusion may fail. അപ്പോൾ ഒരു പോയിന്റിലെങ്കിൽ ആ ഫംഗ്ഷൻ ഡിസ്കണ്ടിന്യൂറ്റി ആണെന്ന് പറഞ്ഞാൽ ഈ ഇന്റർമീഡിയറ്റ് വാല്യൂ തിയറം ഹോൾഡ് ചെയ്യില്ല. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. കൺസിഡർ ദി ഗ്രേറ്റർ ഇൻറ്റിജർ ഫംഗ്ഷൻ ഡിഫൈൻഡ് ഓൺ ദി ക്ലോസ്ഡ് ഇന്റർവൽ 0. അപ്പോൾ ഗ്രേറ്റർ ഇൻറ്റിജർ ഫംഗ്ഷൻ ആണ് എന്താണ്, നമ്മളിപ്പോൾ 0.8 ഒക്കെ എടുക്കുകയാണ്. അപ്പോൾ അതിൻ്റെ അപ്പർ ലിമിറ്റ് ആയിട്ട് നമ്മൾക്ക് 1 ആയിട്ട് എടുക്കുക. അപ്പോൾ 1.2 എടുക്കുകയാണെങ്കിൽ നമ്മൾ 2 എടുക്കുക. അങ്ങനത്തെ അതാണ് നമ്മൾ ഗ്രേറ്റർ ഇൻറ്റിജർ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ. ഓക്കെ, അപ്പോൾ നമ്മൾ ക്ലോസ്ഡ് ഇന്റർവൽ 0 ഉള്ളിൽ നമ്മളൊരു ഗ്രേറ്റർ ഇൻറ്റിജർ ഫംഗ്ഷൻ നമ്മൾ കൺസിഡർ ചെയ്താണ്. y ഈക്വൽ എഫ് ഓഫ് എക്സ്, അതായത് ഗ്രേറ്റർ, ഇത് ലോവർ ലിമിറ്റ് ആണ് നമ്മൾ എടുക്കുന്നത്. അതാണ് താഴെ ഇങ്ങനെ വരച്ചിട്ട് എടുക്കുന്നത് നമ്മൾ ലോവർ ലിമിറ്റ്. ഓക്കെ, 0 to 1 ആണ് നമ്മൾ ഇന്റർവൽ എടുത്തിട്ടുള്ളത്. ആ 0 to 1.
ഓക്കെ, അപ്പോൾ എഫ് ഓഫ് എക്സ് എന്താണ്, നമ്മൾ 0 to 1, അതായത് 0 എടുക്കുമ്പോൾ എന്താണ് അതിൻ്റെ ലോവർ ലിമിറ്റ് 0 ആണ്. പിന്നെ 0.1 എടുക്കുമ്പോൾ ലോവർ ലിമിറ്റ് എന്താണ് 0 ആണ്. 0.2 എടുക്കുമ്പോൾ ലോവർ ലിമിറ്റ് എന്താണ് 0 ആണ്. അങ്ങനെ 0.9 എടുക്കുമ്പോൾ ലോവർ ലിമിറ്റ് എന്താണ് 0 ആണ്. 1 എടുക്കുമ്പോൾ ലോവർ ലിമിറ്റ് എന്തായിട്ട് മാറും, 1 ആയിട്ട് മാറും. അപ്പോൾ 0 ലെസ് ദാൻ ഈക്വൽ എക്സ് ലെസ് ദാൻ 1 വരെ എന്താണ് എഫ് ഓഫ് എക്സിൻ്റെ വാല്യൂ 0 വരും. എക്സ് 1 ആവുന്ന കേസ് മാത്രമേ അതിൻ്റെ വാല്യൂ എന്ത് വരും, 1 വരും. ഓക്കെ, ദെൻ നമുക്ക് അതിൻ്റെ ഗ്രാഫ് നമുക്ക് എങ്ങനെ വരയ്ക്കാൻ പറ്റും. ഈ ഗ്രാഫ് ഇവിടെ കൺസിഡർ ചെയ്യുമ്പോൾ ഗ്രാഫ് ഇവിടെ വിട്ടുപോയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ശ്രദ്ധിക്കണം. ഗ്രാഫ് ഏത് രൂപത്തിൽ വരിക, 0 മുതൽ 1 വരെ. അപ്പോൾ അത് 0 മുതൽ 1 വരെ എന്താണ്, അത് 0 തന്നെ വരുന്നത്. ഓക്കെ, 1 അതിൻ്റെ വാല്യൂ എന്താണ് 1, ഒരു പോയിന്റ് ആയിട്ട് നിൽക്കുന്നത് അല്ലേ. അപ്പോൾ ഫംഗ്ഷൻ എന്താണ്, കണ്ടിന്യൂസ് അല്ല. അതായത് 0 മുതൽ 1 വരെ നമ്മൾ പോകുമ്പോൾ എന്താണ് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വരയ്ക്കാം. പിന്നെ 1 അതിൻ്റെ വാല്യൂ എന്താണ്, ഒരു 1 എന്ന വാല്യൂ ആണ്. അപ്പോൾ എക്സ് 1 ആകുമ്പോൾ വൈ എന്താണ് 1 വരുന്നത്. അപ്പോൾ നമ്മൾ പാൻ എടുക്കണം, അതായത് ആ ഗ്രാഫ് കണ്ടിന്യൂസ് അല്ല. ഓക്കെ, ഫ്രം ദി ഗ്രാഫ് നമ്മൾ കൊടുത്തിട്ടുണ്ട്, ഗ്രാഫ് മിസ്സായിട്ടുണ്ട്. ഓക്കെ, ദ ഫംഗ്ഷൻ ഈസ് നോട്ട് കണ്ടിന്യൂസ് അറ്റ് എക്സ് ഇസ് ഈക്വൽ ടു 1. അപ്പോൾ എക്സ് ഇസ് ഈക്വൽ ടു 1 എന്ന പോയിന്റിൽ എന്താണ്, ആ ഫംഗ്ഷൻ കണ്ടിന്യൂസ് അല്ല. കാരണം അത് ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് എന്താണ് 0 ആണ് വരിക. പക്ഷേ അതിൻ്റെ അറ്റ് പോയിന്റ് 1 എന്താണ് അതിൻ്റെ വാല്യൂ 1 ആണ് വരുന്നത്. അതുകൊണ്ട് എന്താണ് അത് ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നില്ല. അതുകൊണ്ട് എന്തായിരിക്കും അറ്റ് പോയിന്റ് എക്സ് ഇസ് ഈക്വൽ ടു 1 എന്താണ് അത് കണ്ടിന്യൂസും അല്ല. And it takes no values between f of 0 equal to 0 and f of 1 equal to 1. അതുകൊണ്ട് തന്നെ f of 0 equal to 0ൻ്റെയും f of 1 equal to 1 കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു വാല്യൂ അത് സാറ്റിസ്ഫൈ ചെയ്യൂല. ദെൻ ഒരു റിമാർക്ക് ഉണ്ട് നമുക്ക്. ഓക്കെ, റിമാർക്ക് 1, the intermediate value theorem gets its name from the fact that f takes all intermediate value between f of a and f of b as x varies from a to b. അപ്പോൾ ഇന്റർമീഡിയറ്റ് വാല്യൂ തിയറത്തിന്, അതായത് IVT ഇന്റർമീഡിയറ്റ് വാല്യൂ തിയറത്തിന് ആ പേര് കിട്ടാൻ കാരണം എന്താണ്, എഫ് ഫംഗ്ഷൻ എന്താണ് എഫ് ഓഫ് എൻ്റെ എഫ് ഓഫ് ബിൻ്റെ ഉള്ള എല്ലാ അതിൻ്റെ ഇടയ്ക്കുള്ള എല്ലാ വാല്യൂസ് എൻ്റെയും ബിൻ്റെ ഇടയ്ക്കുള്ള എല്ലാ പോയിന്റ്സും കറസ്പോണ്ടിങ് ആയിട്ടും എഫ് പറഞ്ഞ വാല്യൂ എന്താ എല്ലാ വാല്യൂസും സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. അതായത് എഫ് ടേക്സ് ഓൾ ഇന്റർമീഡിയറ്റ് വാല്യൂസ് ബിറ്റ്വീൻ എഫ് ഓഫ് എ ആൻഡ് എഫ് ഓഫ് ബി. ഓക്കെ, ഇപ്പോൾ എക്സ് എ ടു ബി വരെ ചെയ്യുമ്പോൾ എഫ് ഓഫ് എൻ്റെ എഫ് ഓഫ് ബിൻ്റെ അടുക്കുള്ള എല്ലാ വാല്യൂസും എന്ത് ചെയ്യും, ഈ ഫംഗ്ഷൻ സാറ്റിസ്ഫൈ ചെയ്യും. ഓക്കെ, നെക്സ്റ്റ് ഇൻ പെർട്ടിക്കുലർ എഫ് ഓഫ് എ ലെസ് ദാൻ 0 ആൻഡ് എഫ് ഓഫ് ബി ഗ്രേറ്റർ ദാൻ 0. എഫ് ഓഫ് എ എന്താണ് ലെസ് ദാൻ 0യും എഫ് ഓഫ് ബി ഗ്രേറ്റർ ദാൻ 0 ആയിട്ടുള്ള കണ്ടീഷൻ നമ്മൾ എടുക്കാം. ഓർ വൈസ് വേഴ്സ, അല്ലെങ്കിൽ എഫ് ഓഫ് എ ഗ്രേറ്റർ ദാൻ 0യും എഫ് ഓഫ് ബി ലെസ് ദാൻ 0 ആയിട്ടുള്ള കേസ് എടുക്കുക. ദെൻ എഫ് ടേക്സ് ദ വാല്യൂസ് വൈ നോട്ട് ഈക്വൽ 0 അറ്റ് സം സി ബിറ്റ്വീൻ എ ആൻഡ് ബി. അതായത് എഫ് ഓഫ് എ എന്താണ് നെഗറ്റീവും എഫ് ഓഫ് ബി പോസിറ്റീവ്, അതായത് നെഗറ്റീവ് നിന്ന് പോസിറ്റീവിലേക്ക് പോകണമെങ്കിലുള്ള കണ്ടീഷൻ എന്താണ്, അത് എന്തായാലും എന്താണ് 0 കട്ട് ചെയ്ത് പോകണം അല്ലേ. ദെൻ എഫ് ടേക്സ് ദ വാല്യൂ 0 അറ്റ് സം സി ബിറ്റ്വീൻ എ ആൻഡ് ബി. അപ്പോൾ എൻ്റെയും ബി എയിൽ അതിൻ്റെ വാല്യൂ എന്താണ് നെഗറ്റീവ് ആയിരുന്നു, പക്ഷേ ബിയിലേക്ക് പോകുമ്പോൾ പോസിറ്റീവ് ആയി. നെഗറ്റീവ് നിന്ന് പോസിറ്റീവിലേക്ക് പോകണമെങ്കിൽ, അല്ലെങ്കിൽ പോസിറ്റീവ് നെഗറ്റീവ് പോകണമെങ്കിൽ കണ്ടീഷൻ എന്താണ്, അതെന്തായാലും എക്സ് ആക്സിസ് മുറിച്ച് കടന്നു പോകണം. എക്സ് ആക്സിസ് മുറിച്ച് കടന്നു പോകാൻ എന്താണ് ഏതൊരു പോയിന്റ് അത് എക്സ് ആക്സിനെ കട്ട് ചെയ്ത് പോകുന്നുണ്ട്, ആ പോയിന്റിൽ അതിൻ്റെ വാല്യൂ എന്തായിരിക്കും 0 ആയിരിക്കും. അതായത് വൈ നോട്ട് ഈക്വൽ 0, ആ പോയിന്റ് നമ്മൾ സി ആയിട്ട് എടുക്കും. f of a and f of b differs in sign, then the graph of f crosses the x-axis at some point between a and b. Thus, f of a and f of b differs in sign, then the equation f of x equals 0 has at least one solution in the interval a, b. Okay, this fact helps to locate root of equation. ഓക്കെ, അതായത് ഏതൊരു പോയിന്റിൽ അതിൻ്റെ വാല്യൂ 0 വരുന്നു, ആ 0 വരുന്ന പോയിന്റ് നമ്മൾ എന്ത് വിളിക്കുക, റൂട്ട് എന്ന് വിളിക്കുക. യൂഷ്വലി എ പോയിന്റ് അറ്റ് വിച്ച് എഫ് ഓഫ് എക്സ് ഈക്വൽ 0 ഈസ് ഓഫ്റ്റൻ കാൾഡ് എ 0 ഓഫ് എഫ്. അപ്പോൾ ഏത് വാല്യൂവിലാണോ എഫിൻ്റെ വാല്യൂ 0 വരുന്നത്, ആ പോയിന്റിന് വിളിക്കുന്ന പേരാണ് എന്ത്, അതിൻ്റെ 0 എന്ന്. ഓക്കെ, നെക്സ്റ്റ് നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഈസ് ദർ ഈസ് എ റിയൽ നമ്പർ ദാറ്റ് ഈസ് 1 ലെസ് ദാൻ ഇറ്റ്സ് 5th പവർ. അതായത് ഒരു നമ്പർ ഉണ്ട്, അതിൻ്റെ 5th പവറിൽ നിന്ന് 1 കുറച്ചാലും ആ നമ്പറായിട്ട് ഈക്വൽ ആകുന്ന അങ്ങനത്തെ ഒരു നമ്പർ ഉണ്ടോ എന്ന് നമ്മോട് ക്വസ്റ്റ്യൻ ചോദിച്ചില്ലേ. ദാറ്റ് ഈസ് ദർ ഈസ് എ റിയൽ നമ്പർ ദാറ്റ് ഈസ് 1 ലെസ് ദാൻ ഇറ്റ്സ് 5th പവർ. അതായത് നമ്മുടെ നമ്പർ എ എടുക്കുകയാണ്, ആ എൻ്റെ പ്രത്യേകത എന്താണ്, എ ഈക്വൽ ആയിരിക്കും എന്തിനാ അതിൻ്റെ 5th പവറിൽ നിന്ന് 1 കുറച്ച്, അതായത് a⁵5 1 കുറച്ചതും തുല്യമായിട്ട് വരുന്നത്, അങ്ങനത്തെ ഒരു ഫംഗ്ഷൻ ആയിരിക്കും. അപ്പോൾ നമ്മൾ എടുക്കുകയാണ് ദ നമ്പർ വി വാണ്ട് മസ്റ്റ് സാറ്റിസ്ഫൈ ദി ഇക്വേഷൻ, ഇത് എക്സ് ഇസ് ഈക്വൽ x⁵5 - 1. അങ്ങനെ പറഞ്ഞാൽ എന്താ, എക്സ് ആണ് നമ്മുടെ നമ്പർ എങ്കിൽ അതിൻ്റെ 5th പവറിൽ നിന്ന് 1 കുറച്ചാൽ അത് ഈക്വൽ ആയിട്ട് വരും, അതായത് x ഇസ് ഈക്വൽ x⁵5 - 1 എന്ന ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം, എക്സിനെ നമ്മൾ റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോകാം, അതായത് x⁵5 - x - 1 ഈക്വൽ ടു 0. In other words, we are looking for a 0 of the function f of x is equal to x⁵5 - x - 1 അല്ലേ.
അതിൻ്റെ ഒരു 0 ആണ് നമ്മൾ നോക്കുന്നത്. ബൈ ട്രയൽ നമ്മൾ എന്ത് ചെയ്യുക, ഓരോ വാല്യൂസ് നമ്മൾ ഇട്ട് കൊടുത്ത് നോക്കുക. എക്സിന് പകരം 1 ഇട്ട് കൊടുക്കുക. അപ്പോൾ എഫ് ഓഫ് 1 ഈക്വൽ ടു എന്തെന്നു 1 മൈനസ് 1 മൈനസ് 1 ആയിട്ട് മാറി. ദാറ്റ്സ് ഈക്വൽ ടു എന്ത് -1 വിച്ച് ഈസ് ലെസ് ദാൻ 0 ആണ്. ഇനി എഫ് ഓഫ് 2 ഈക്വൽ ടു 32 മൈനസ് 2 മൈനസ്, അതായത് ഇതിൽ എക്സിന് പകരം 2 ഇട്ട് കൊടുത്തു. അപ്പോൾ നമുക്ക് 20 ആണ്. അതായത് 1 ആകുമ്പോൾ അത് നെഗറ്റീവ് ആയിരുന്നു, 2 ആകുമ്പോൾ എന്താണ് പോസിറ്റീവ് ആയിട്ട് മാറി. അപ്പോൾ 1ൻ്റെ 2ൻ്റെ അടക്കം എന്താണ് ഒരു പോയിന്റിൽ എന്താണ് അത് എക്സ് ആക്സിനെ കട്ട് ചെയ്ത് പോകുന്നുണ്ട്. അതായത് ഏതൊരു വാല്യൂ അത് 0 അറ്റൈൻ ചെയ്യുന്നുണ്ട്. Thus f of 1 is less than 0 and f of 2 greater than 0. Also f of x is being a polynomial is continuous everywhere and hence is every interval containing 1, 2. അത് പോളിനോമിയൽ ഫംഗ്ഷൻ ആണല്ലേ ഏത് എഫ് ഓഫ് എക്സ്, അതുകൊണ്ട് എന്താണ് എല്ലായിടത്തും അത് കണ്ടിന്യൂസ് ആയിട്ട് വരും. അപ്പോൾ ഈ 0, 1 അല്ലെങ്കിൽ 1, 2 ആണ് ഇന്റർവൽ കണ്ടെയ്ൻ ചെയ്യുന്ന അതിനുള്ളിൽ എന്തായിരിക്കും ആ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആയിട്ട് വരും. അപ്പോൾ എഫ് ഓഫ് എക്സ് നമ്മൾ 1, 2 ഇന്റർവലിൽ കണ്ടിന്യൂസ് ആണ്. പക്ഷേ 1ൽ അതിൻ്റെ വാല്യൂ നെഗറ്റീവ് ആണ്, 2ൽ അതിൻ്റെ വാല്യൂ പോസിറ്റീവ് ആണ്. അങ്ങനെ പറഞ്ഞാൽ ഈ 1 2 ആണ് ഇന്റർവലിൻ്റെ എവിടെയോ എന്താണ് അത് ഈ എക്സ് ആക്സിനെ കട്ട് ചെയ്ത് പോകുന്നുണ്ട്. ആ 1, 2 ആണ് ഇന്റർവലിനുള്ളിൽ എവിടെയോ അതെന്താണ് 0 അറ്റൈൻ ചെയ്യുന്നുണ്ട്. Hence by intermediate value theorem with y not equal to 0 there is a number c in between 1 and 2 such that f of c equal to c raised to 5 minus c minus 1 equal to 0. Hence there is a number between 1 and 2 such that c equal to c raised to 5 minus 1. Okay, then prove that f of x equal to 8, x raised to 8 plus 3 x raised to 4 minus 1 has at least 2 distinct zeros. And at least 2 zeros എങ്കിലും ഉണ്ട് നമുക്ക് കാണിക്കാം. അതായത് ഇത് 2 ടൈംസ് എന്താണ് ഇത് എക്സ് ആക്സിനെ കട്ട് ചെയ്ത് പോകുന്നത്. അതായത് ഒരു ടൈമിൽ ഇപ്പം ഒരു ഇൻ്റർവൽ നമ്മൾ എടുത്തു, ആ ഇൻ്റർവലിൻ്റെ ഉള്ളിൽ എന്താണ് നെഗറ്റീവ് നിന്ന് പോസിറ്റീവിലേക്ക് പോകുന്നത്, ഇതിന് അത് പോസിറ്റീവിൽ നിന്ന് വീണ്ടും നെഗറ്റീവ് പോകുക. അങ്ങനെ പറഞ്ഞാൽ എന്താ ആദ്യം നെഗറ്റീവുള്ള സാധനം പോസിറ്റീവിലേക്ക് വരുമ്പോൾ നമുക്ക് എന്താ കാണിച്ചും അത് എക്സ് ആക്സിനെ കട്ട് ചെയ്ത് പോയി, വീണ്ടും അത് നെഗറ്റീവിലേക്ക് പോകുമ്പോഴാണ് വീണ്ടും അത് എക്സ് ആക്സിനെ കട്ട് ചെയ്യുള്ളൂ. ഓക്കെ, അങ്ങനത്തെ 2 പോയിന്റ്സ് നമുക്ക് കണ്ടുപിടിക്കാം. ഇപ്പോൾ നമ്മൾ ചെയ്ത പോലെ എന്താ ട്രയൽ ഇട്ട് നോക്കുക. ഇതിൽ എക്സിന് പകരം 1 2 മൈനസ് 1 2 അങ്ങനത്തെ എന്തെങ്കിലും വാല്യൂസ് ഇട്ട് കൊടുക്കുക. അത് നെഗറ്റീവ് പോസിറ്റീവിലേക്ക് പോകുന്നതും വീണ്ടും അത് പോസിറ്റീവ് നെഗറ്റീവിലേക്ക് പോകുന്ന അങ്ങനത്തെ ഒരു കേസാണ് നമുക്ക് കിട്ടേണ്ടത്. Here f of x equal to എന്താണ് x raised to 8 plus 3 x raised to 4 minus 1 ആണ്. ബീങ് എ പോളിനോമിയൽ കണ്ടിന്യൂസ് എവരിവേ അല്ലെ, ഒരു പോളിനോമിയൽ ആണെന്നുള്ളത് എന്താണ് അത് എല്ലായിടത്തും കണ്ടിന്യൂസ് ആയിട്ട് വരും. ഇത് നമ്മൾ ഓരോ പോയിന്റ്സ് നമ്മൾ ഇട്ട് കൊടുക്കുകയാണ്. എഫ് ഓഫ് -1 ഈക്വൽ ടു എന്ത് വരും -1 raised to 8 plus 3 into -1 raised to 4 -1 ഈക്വൽ ടു 3 വരും. ആൻഡ് എഫ് ഓഫ് 0 ഈക്വൽ ടു 0 ഇട്ട് കൊടുക്കുമ്പോൾ -1, അതായത് എഫ് ഓഫ് -1 എന്താണ് പോസിറ്റീവ് ആണ്, എഫ് ഓഫ് 0 എന്താണ് നെഗറ്റീവ് ആണ്. ആൾസോ എഫ് ഓഫ് എക്സ് ബീങ് എ പോളിനോമിയൽ ഇറ്റ് ഈസ് കണ്ടിന്യൂസ് എവരിവെയർ ആൻഡ് ഹെൻസ് ഇൻ എവരി ഇന്റർവൽ കണ്ടെയ്നിങ് -1 and 0 അല്ലെ, എല്ലായിടത്തും കണ്ടിന്യൂസ് ആണെങ്കിൽ എന്താണ് ഈ -1 0 പറഞ്ഞ ഇന്റർവലിൽ എന്തായിരിക്കും ആ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആയിട്ട് വരും. അങ്ങനെയാണെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് വരുന്ന ഒരു ഫംഗ്ഷൻ ആണെങ്കിൽ ഇന്റർമീഡിയറ്റ് വാല്യൂ തിയറം ഹോൾഡ് ആയത് അതിൻ്റെ ഇടയിൽ എവിടെയോ അതെന്താണ് അതിൻ്റെ ഇടയിൽ എല്ലാ വാല്യൂസും എന്താണ് ഇത് അറ്റൈൻ ചെയ്യുന്നുണ്ട്. അങ്ങനെ പറഞ്ഞാൽ ഇത് നെഗറ്റീവ് നിന്ന് പോസിറ്റീവിലേക്കാണ് പോകുന്നത്. നെഗറ്റീവ് നിന്ന് പോസിറ്റീവിലേക്ക് പോകുന്നതാണ്, അതെവിടെയോ അത് എക്സ് ആക്സിനെ കട്ട് ചെയ്യുന്നുണ്ട്. ഹെൻസ് ബൈ ഇന്റർമീഡിയറ്റ് വാല്യൂ തിയറം വിത്ത് y not equal to 0 there is a number c1 in between -1 and 0 so that f of c1 equal to 0. അതെ ഓക്കെ, അങ്ങനെ പറഞ്ഞാൽ അത് ഏതൊരു പോയിന്റ് എന്താണ് എക്സ് ആക്സിനെ കട്ട് ചെയ്യുന്ന പറഞ്ഞാൽ ആ പോയിന്റ് നമ്മൾ 0 ആയിട്ട് എടുക്കുകയാണെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എഫിന്റെ വാല്യൂ എന്തായിരിക്കും 0 ആയിരുന്നു. വീണ്ടും നമ്മൾ എന്ത് ചെയ്യണം ട്രയൽ ചെയ്ത് നോക്കുകയാണ്. എഫ് ഓഫ് 0ന്റെ വാല്യൂ നമ്മൾ -1 കണ്ടുപിടിച്ചിട്ടുണ്ട്. ദെൻ എഫ് ഓഫ് 1 കൊടുത്ത് നോക്കുക, നമുക്ക് എന്തൊന്നു 3 വന്നു. അത് -1 3 വന്നു. അതിപ്പോൾ ആദ്യം പോസിറ്റീവ് നെഗറ്റീവിലേക്ക് വന്നു, പിന്നെ നെഗറ്റീവ് അത് പോസിറ്റീവിലേക്ക് പോയി. അങ്ങനെ പറഞ്ഞാൽ ഈ 0 1 and 12 എന്താണ് അത് എന്താണ് 0 1 ആണ് ഇന്റർവലിനുള്ളിൽ എന്താണ് അത് എക്സ് ആക്സിൽ കട്ട് ചെയ്ത് പോകുന്നത്, അതായത് നെഗറ്റീവ് നിന്ന് പോസിറ്റീവിലേക്ക് പോകുന്നുണ്ട്. അതായത് എഫ് ഓഫ് 0 ലെസ് ദാൻ 0 ആയിരുന്നു, എഫ് ഓഫ് 1 ഗ്രേറ്റർ ദാൻ 0 ആണ്. ആൾസോ എഫ് ഓഫ് എക്സ് എന്നാണ് ഒരു പോളിനോമിയൽ ഫംഗ്ഷൻ ആണ്, അത് എല്ലായിടത്തും കണ്ടിന്യൂസ് ആയിരിക്കും. അതുകൊണ്ട് എന്താണ് 0 1 എന്ന ഇന്റർവലിൽ എന്തായിരിക്കും കണ്ടിന്യൂസ് ആയിട്ട് വരും. അങ്ങനെയാണെങ്കിൽ ഇന്റർമീഡിയറ്റ് വാല്യൂ തിയറം വെച്ച് നമുക്ക് എന്താ പറയുക y not 0 ആയിരിക്കും. ആ പോയിന്റ് നമ്മൾ c2 ആയിട്ട് എടുക്കുക. ഇൻ ബിറ്റ്വീൻ 0 1 നുള്ളിൽ ഒരു c2 എന്ന പോയിന്റിൽ ആ ഫംഗ്ഷൻ എന്താണ് എക്സ് ആക്സിനെ കട്ട് ചെയ്ത് പോകുന്നുണ്ട്. സച്ച് ദാറ്റ് എഫ് ഓഫ് c2 എന്തായിട്ട് വരും 0 വരും. അപ്പോൾ നമ്മൾക്ക് എന്ത് കിട്ടി, ആദ്യം നമ്മൾ -1 0 എടുത്തപ്പോൾ നമുക്ക് ഒരു 0 കിട്ടി, 0 1 എടുത്തപ്പോഴും ഒരു 0 കിട്ടി. അതുകൊണ്ട് നമുക്ക് എന്തായിട്ടും എഫ് ഓഫ് എക്സ് ഹാസ് അറ്റ്ലീസ്റ്റ് 2 ഡിസ്റ്റിങ്ക്റ്റ് സീറോസ്, namely c1 and c2. നമുക്ക് അറ്റ്ലീസ്റ്റ് 2 എന്ന് പറയാൻ പറ്റുള്ളൂ, അതിൽ കൂടുതലുണ്ടോ നമുക്കിപ്പോൾ ഇനിയും ചെക്ക് ചെയ്താൽ നമുക്ക് കിട്ടാവുന്നതാണ്. ഓക്കെ, then suppose that f is continuous on 3 5 and that f of x is not equal to 4 for all x in 3 5. If f of 3 equal to 3 show that f of 5 less than 4. നമുക്ക് എന്താ കാണിക്കേണ്ടത്, എഫ് 3 5 ഉള്ളിൽ കണ്ടിന്യൂസ് ആണ്. എഫ് ഓഫ് എക്സ് ഒരിക്കലും 4 വരില്ല. ഇപ്പോൾ എക്സ് 3 5 ഉള്ളിൽ എടുക്കുകയാണെങ്കിൽ എഫ് ഓഫ് 3ന്റെ വാല്യൂ എന്താണ് 3 ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എഫ് ഓഫ് 5ന്റെ വാല്യൂ 4നേക്കാളും കുറവായിരിക്കും എന്നാണ് നമുക്ക് കാണിക്കേണ്ടത്. Given that f എന്താണ് കണ്ടിന്യൂസ് ആണ് 3 5 and that f of x എന്താണ് നോട്ട് ഈക്വൽ ടു 4 for all x in 3 5 അല്ലേ, ഇത് നമുക്ക് തന്നിട്ടുള്ള കാര്യം. ദെൻ നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ സെക്കൻഡ് വേർഷൻ ഓഫ് ഇന്റർമീഡിയറ്റ് വാല്യൂ നമ്മൾ
യൂസ് ചെയ്യാൻ. സെക്കൻഡ് വേർഷൻ എന്ന് പറയുന്നത് ഏതൊരു വാല്യൂവിന് കറസ്പോണ്ടിങ് ആയിട്ടും എക്സ് എഫ് ഓഫ് എക്സ് ആയിട്ട് എഫ് ഓഫ് എക്സ് സി ആയിട്ട് വരുന്നില്ലെങ്കിൽ എഫ് ഓഫ് എ ലെസ് ദാൻ ആ സി ആണെങ്കിൽ എഫ് ഓഫ് ബി എന്തായിരിക്കും ലെസ് ദാൻ ആയിരിക്കണം. എഫ് ഓഫ് എ ഗ്രേറ്റർ ദാൻ ആണെങ്കിൽ സിനേക്കാളും ഗ്രേറ്റർ ആണെങ്കിൽ എഫ് ഓഫ് ബിയും ഗ്രേറ്റർ ദാൻ സി ആയിട്ട് വരും. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കുക either both എഫ് ഓഫ് 3 and എഫ് ഓഫ് 5 ആർ ലെസ് ദാൻ 4 ഓർ both of them are greater than 4. അല്ലെങ്കിൽ ഒന്നെങ്കിൽ എന്താണ് രണ്ടും 4-നേക്കാളും കുറഞ്ഞ, അല്ലെങ്കിൽ രണ്ടും 4-നേക്കാളും കൂടണം. ഇവിടെ നമുക്കൊരു കണ്ടീഷൻ തന്നിട്ട് എഫ് ഓഫ് 3 എന്താണ് 3 ആണ്, എഫ് ഓഫ് 5 ലെസ് ദാൻ 4 ആണ്. അപ്പോൾ എഫ് ഓഫ് 3 എന്താണ് 3 ആണ് നമുക്ക് തന്നിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് എന്താ പറയാൻ വെച്ചാൽ എഫ് ഓഫ് 3 ഈക്വൽ ടു 3 ആണ്. അതായത് എഫ് ഓഫ് 3 ആണ് എന്താണ് 4-നേക്കാളും കുറവാണ്. അതുകൊണ്ട് നമുക്ക് എന്താ പറയാൻ വെച്ചാൽ എഫ് ഓഫ് 5 എന്തായിരിക്കും 4-നേക്കാളും കുറവായിട്ട് വരും. സിൻസ് എഫ് ഓഫ് 3 ഈക്വൽ ടു 3 വിച്ച് ഈസ് ലെസ് ദാൻ 4 ദെൻ എഫ് ഓഫ് 5 ലെസ് ദാൻ 4. ഇപ്പോൾ നമ്മൾ ചെയ്തിട്ടുള്ള എക്സാമ്പിൾസിലൊക്കെ നോക്കാം, അങ്ങനെ ഒരു പോയിന്റ് അവിടെ ഉണ്ട്, അതായത് ഒരു സി അവിടെ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് എന്ന് നമുക്ക് ഇന്റർമീഡിയറ്റ് വാല്യൂ തിയറം വെച്ച് നമുക്ക് പറയാൻ പറ്റുള്ളൂ അല്ലേ. അങ്ങനത്തെ ഒരു വാല്യൂ നമ്മൾ ഇപ്പോഴും കാൽക്കുലേറ്റ് ചെയ്യാൻ പഠിച്ചിട്ടില്ല അല്ലേ. That is, notice that intermediate value theorem does not tell us how to find the number c satisfying a less than c less than b and f of c equal to y naught, but merely that it exists. അല്ലെ, അത് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെന്ന് മാത്രമേ അങ്ങോട്ട് പറയുന്നുള്ളൂ, ആ പോയിന്റ് അങ്ങനെ കണ്ടുപിടിക്കാൻ പറയുന്നില്ല. അതിന് വേണ്ടി നമ്മൾ ഇനി ഒരു മെത്തേഡ് നോക്കാൻ പോവാണ്. Nevertheless, by repeatedly dividing an interval into 2 or more parts and evaluating f of x at the dividing points, we can solve the equation f of x not equal to c as accurating as we wish. This method is known as method of bisection. നമ്മൾ എന്ത് ചെയ്യാണ്, നമ്മളിപ്പോൾ നേരത്തെ എടുത്തു ഓരോ ഇൻറ്റർവെല്ലാക്കി എടുത്തു, അതിലെന്താണ് ഓരോ പോയിന്റ്സ് നെഗറ്റീവ് നിന്ന് പോസിറ്റിലേക്ക് പോകുന്നു. ഇതുകൊണ്ട് നമ്മൾ എന്താണ് ആ ഇൻറ്റർവെൽ നമ്മൾ കട്ട് ചെയ്യുന്നു, ബൈസെക്ട് ചെയ്യുന്നു, വീണ്ടും ബൈസെക്ട് ചെയ്യുന്നു. അങ്ങനെ ചെയ്യുന്ന മെത്തേഡിനെ വിളിക്കുന്നതാണ് മെത്തേഡ് ഓഫ് ബൈസെക്ഷൻ. ഇവിടെ നമ്മൾ അക്യുറേറ്റ് ആയിട്ടുള്ള വാല്യൂ നമ്മൾ ഇങ്ങനെ കണ്ടുപിടിക്കാൻ പോകുന്നതേ ഉള്ളൂ. ഓക്കെ, ഒരു എക്സാമ്പിൾ നോക്കാം. ഫൈൻഡ് എ സൊല്യൂഷൻ ഓഫ് ദി ഇക്വേഷൻ x raised to 5 minus x is equal to 3 in 0 to 2 within an accuracy of 0.1 by bisection method. Bisection method എന്താണ്? By repeatedly dividing intervals in half and testing each half for a root. ഓക്കെ, നമ്മൾ എന്ത് ചെയ്യണം, ഓരോ ഇൻറ്റർവൽ നമ്മൾ എന്താണ് ഹാഫ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു. അങ്ങനെ ഓരോ ഇൻറ്റർവലിലെ എൻഡ് പോയിന്റ്സ് നമ്മൾ എന്ത് ചെയ്യണം, അതിന്റെ വാല്യൂസ് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുകയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താണ് x raised to 5 minus x is equal to 3 ആണെന്നുള്ള ഈ ഫംഗ്ഷന് 0 ഉള്ളിൽ ഒരു സൊല്യൂഷൻ നമുക്ക് കണ്ടുപിടിക്കണം. അതിന്റെ അക്യുറസി എന്നിട്ടുള്ളത് 0.1 ആണ്. Okay, then we want to find the solution of the equation x raised to 5 minus x is equal to 3. That is, x raised to 5 minus x minus 3 equal to 0. Then we are looking for a 0 of the function f of x is equal to x raised to 5 minus x minus 3. നമ്മൾ എന്ത് ചെയ്യാൻ ട്രയൽ ചെയ്ത പോലെ തന്നെ എക്സിന് 1ഉം എക്സിന് 2 അല്ലെങ്കിൽ എക്സിന് -1ഉം 0 അങ്ങനെ എന്തെങ്കിലും ഇട്ട് കൊടുക്കുക. അപ്പോൾ ആദ്യം ഞാൻ എക്സിന് 1 ഇട്ട് കൊടുത്തു. അപ്പോൾ എഫ് ഓഫ് 1 ഈക്വൽ ടു എന്ത് വന്നു -3 വന്നു. 2 ഇട്ടപ്പോൾ എനിക്ക് എഫ് ഓഫ് 2 ഈക്വൽ 27. 1 ഇട്ടപ്പം -3യും 2 ഇട്ടപ്പം 27. അതായത് നെഗറ്റീവ് നിന്ന് പോസിറ്റീവിലേക്ക് വന്നു. അപ്പോൾ ഈ 1 2 ആണ് ഇൻജോളിൽ എവിടെയോ അതെന്ത് ചെയ്യുന്നുണ്ട്, എക്സ് ആക്സിനെ കട്ട് ചെയ്യുന്നു, അതിനൊരു 0 എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇനി നമ്മൾ എന്ത് ചെയ്യണം, ആ ഇൻജോളിനെ നമ്മൾ 2 ആക്കി ഭാഗിക്കാൻ പോവാണ്. അതിന് മുന്നേ എഫ് ഓഫ് 1 എന്താണ് ലെസ് ദാൻ 0 ആണ്, എഫ് ഓഫ് 2 എന്താണ് ഗ്രേറ്റർ ദാൻ 0 ആണ്. ആൾസോ എഫ് ഓഫ് എക്സ് ബീങ് പോളിനോമിയൽ ഈസ് കണ്ടിന്യൂസ് എവരിവെയർ ആൻഡ് ഹെൻസ് in every interval containing 1 and 2 such that f of c equal to നമുക്ക് 0 നമുക്ക് തന്നിട്ടല്ലേ ഇന്റർമീഡിയറ്റ് വാല്യൂ തിയറം വെച്ചിട്ട്. ഓക്കെ, അപ്പോൾ രണ്ട് വാല്യൂസിന് സൈൻ ചേഞ്ച് ചെയ്യുന്നത് പോസിറ്റീവ് നെഗറ്റീവിലേക്കോ അല്ലെങ്കിൽ നെഗറ്റീവ് നിന്ന് പോസിറ്റീവിലേക്കാണ് ഇവിടെ പോകുന്നത്. നെഗറ്റീവ് നിന്ന് പോസിറ്റീവിലേക്ക് എക്സ് എക്സ് കട്ട് ചെയ്യുന്നുണ്ട്. ആ പോയിന്റ് നമ്മൾ സി ആയിട്ട് എടുത്തു. അതായത് എഫ് ഓഫ് സി എന്തായിരിക്കണം, 0 വരണം. ഇനി നമ്മൾ എന്ത് ചെയ്താൽ 1 2 ആണ് ഇൻറ്റർവൽ നമ്മൾ ബൈസെക്ട് ചെയ്തു. 1 2 നമ്മൾ ബൈസെക്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും 1 1.5 1.52 ആയിട്ട് 2 ഇൻറ്റർവൽ ആക്കി മാറ്റി. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യുക, 1.5 അതിന്റെ വാല്യൂ എന്താ നോക്കുക. 1.5 എന്താണ് ഗ്രേറ്റർ ദാൻ 0 ആണ്. നമ്മൾ 1 എടുത്തപ്പം ലെസ് ദാൻ 0 ആയിരുന്നു, 1.5 എടുത്തപ്പം ഗ്രേറ്റർ ദാൻ 0. അതായത് 1.5 ആണ് ഇൻറ്റുള്ളിൽ നമ്മൾ എടുക്കുക. അതിൻ്റെ ഉള്ളിലാണ് ഇനി ആ 0 എക്സിസ്റ്റ് ചെയ്യുന്നത്. കാരണം ഒന്ന് നെഗറ്റീവ് നിന്ന് പോസിറ്റീവിലേക്ക് പോയി. അപ്പം നമ്മൾ ഈ ഇൻറ്റുവൽ അവിടെ ഒമിറ്റ് ചെയ്ത് നമുക്ക് ഇനി ആവശ്യമില്ല. അഗൈൻ ഇന്റർമീഡിയറ്റ് വാല്യൂ തിയറം ദ റൂട്ട് സി ലൈസ് ഇൻ ബിറ്റ്വീൻ 1 and 1.5. ഇനി നമ്മൾ എന്ത് ചെയ്യുക, ഈ 1 1.5 നമ്മൾ എന്ത് ചെയ്യും, വീണ്ടും ബൈസെക്ട് ചെയ്യും. ദാറ്റ് ഈസ് 1 1.5 നമ്മൾ ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എന്ത് വരും, 1 1.5 ഇൻറ്റു എന്തായിട്ട് മാറ്റാൻ പറ്റും, 1 1.25 1.25 1.5 ആക്കി മാറ്റി. 1ൽ അതിന്റെ വാല്യൂ ലെസ് ദാൻ 0 നമ്മൾ കണ്ടുപിടിച്ചു അല്ലെ. 1.5 ഗ്രേറ്റർ ദാൻ 0 ആണ്. നമ്മൾ 1.25 എഫിന്റെ വാല്യൂ എന്ന് നോക്കുക. 1.25 നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇത് നമുക്ക് എന്ത് കിട്ടും, അപ്രോക്സിമേറ്റ്ലി ഒരു നെഗറ്റീവ് വാല്യൂ ആണ് കിട്ടുന്നത്, -1.198 ലെസ് ദാൻ 0. അപ്പോൾ 1ൽ എന്തായിരുന്നു, ലെസ് ദാൻ 0 ആയിരുന്നു. 1.25 എന്താണ്, ലെസ് ദാൻ 0 ആണ്. അപ്പോൾ 1ലും 1.25 സെയിം സൈൻ തന്നെ. അപ്പോൾ ആ ഇന്റർവെൽ എന്താണ്, അത് എക്സ് ആക്സിനെ കട്ട് ചെയ്യുന്നില്ല. അപ്പോൾ നമ്മൾ എന്തെടുക്കണം, ഹെൻസ് ബൈ ഇന്റർമീഡിയറ്റ് വാല്യൂ തിയറം
റൂട്ട് സി എവിടെ കണ്ടെയ്ൻ ചെയ്യുക, മറ്റേ ഇൻ്റർവെല്ലിലുള്ള കൺസിഡർ ചെയ്യുക. അതായത് 1.25ൻ്റെയും 1.5ൻ്റെയും ഉള്ളിലായിരിക്കും എന്ത് ചെയ്യുക, ആ റൂട്ട് എക്സിസ്റ്റ് ചെയ്യുക. ഇനി നമ്മൾ 1.25 1.5 ആ ഇൻ്റർവെൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ബൈസെക്ട് ചെയ്യുന്നു. എങ്ങനെ 1.25 1.375 ആൻഡ് 1.375 1.5 ആക്കി മാറ്റുന്നു. 1.25ലും 1.5 1.25 നെഗറ്റീവ് ആയിരുന്നു, 1.5 പോസിറ്റീവ് ആയിരുന്നു. ദെൻ നമ്മൾ 1.375 അതിൻ്റെ വാല്യൂ നോക്കുക, ദാറ്റ്സ് ഈക്വൽ ടു എന്താണ്, പോസിറ്റീവ് ആണ്. അപ്പോൾ 1.25 നെഗറ്റീവ് ആയിരുന്നു, 1.375 എന്താണ്, പോസിറ്റീവ് ആയിട്ട് മാറി. അപ്പം 1.25 1.375 ഇൻ്റർവെല്ലിനുള്ളിലായിരിക്കും അതിൻ്റെ ഒരു റൂട്ട് വരിക. ഹെൻസ് ബൈ ഇന്റർമീഡിയറ്റ് വാല്യൂ തിയറം ദ റൂട്ട് സി ലൈസ് ഇൻ ബിറ്റ്വീൻ 1.25 ആൻഡ് 1.375 സിൻസ് വി നീഡ് ദ റൂട്ട് ഓഫ് ദി ഇക്വേഷൻ ടു വിത്തിൻ ആൻ അക്യുറസി ഓഫ് 0.1 അല്ലേ. അതിന് അക്യുറസി 0.1 ആയിട്ടുള്ള ഒരു അക്യുറസി നമുക്ക് വേണ്ട. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു, 1.375 എന്താക്കി മാറ്റി, നമുക്ക് സി ആയിട്ട് നമ്മൾ എടുക്കുകയാണ്. വി ക്യാൻ ടേക്ക് സി ഈക്വൽ ടു 1.3 അതിൻ്റെ റൂട്ടായിട്ട് നമ്മൾ എടുക്കുക. ഈ 1.3 നമ്മൾ എന്താണ് എഫിൽ ഇട്ട് കൊടുക്കുമ്പോൾ നമുക്ക് അപ്രോക്സിമേറ്റ്ലി 0ക്ക് ഈക്വൽ ആയിട്ട് നമുക്ക് വരും. അപ്പോൾ മെത്തേഡ് ഓഫ് ബൈസെക്ഷൻ ഓർത്ത് വെക്കുക, നമ്മൾ എന്ത് ചെയ്യാണ്, ഏത് പോയിന്റ്സിലാണ് അക്യുറേറ്റ് അതിൻ്റെ വാല്യൂ 0 അറ്റൈൻ ചെയ്ത് നോക്കുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എൻ പോയിന്റ്സുകൾ അതിൻ്റെ വാല്യൂസ് എന്താ നോക്കുക, എഫ് അതിൻ്റെ വാല്യൂസ് പോസിറ്റീവ് നെഗറ്റീവ് ചേഞ്ച് ചെയ്യുന്നതിൻ്റെ അതിനുള്ള ഒരു പോയിന്റ് ഉണ്ടായിരിക്കും. ദെൻ നമ്മൾ ബൈസെക്ട് ചെയ്യുന്നു, ദെൻ ആ എൻ പോയിന്റിൽ വീണ്ടും നോക്കുന്നു, വീണ്ടും ബൈസെക്ട് ചെയ്യുന്നു, അങ്ങനെ റിപ്പീറ്റ്ലി ബൈസെക്ട് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, അക്യുറേറ്റ് ആയിട്ട് ഏത് അപ്രോക്സിമേറ്റ്ലി ഏത് ഇൻ്റർവെല്ലാണ് കണ്ടെയ്ൻ ചെയ്ത് നോക്കുക. എന്നിട്ട് നമ്മളൊരു അക്യുറേറ്റ് വാല്യൂ നമ്മൾ ചൂസ് ചെയ്യാണ് ചെയ്യുന്നത്.